ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സ്വിഗ്ഗി HDFC കാർഡിൻ്റെ ഓവർവ്യൂ, അതുപോലെ തന്നെ ഈ കാർഡ് നമുക്ക് ബെനിഫിറ്റ്സ് ആണോ എന്നുള്ളതാണ്. ഈ കാർഡിൻ്റെ അൺബോക്സിങ് ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇനി ഈ കാർഡിൻ്റെ ബാക്കി ഫീച്ചേഴ്സും അതിൻ്റെ ഓഫേഴ്സും ക്യാഷ് ബാക്സും എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ പാക്കിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു മിനിമലിസ്റ്റിക് പാക്കിങ്ങിലാണ് വരുന്നത്. ഈ ഓൺ കാർഡിലൊക്കെ വരുന്നത് പോലെ അഡീഷണൽ അങ്ങനെ ആഡംബരമൊന്നും ഈ കാർഡിന് വരുന്നില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു പേപ്പറും അതുപോലെ തന്നെ കാർഡും, ഒരു ഓഫേഴ്സിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന ഒരു പേപ്പർ, അതുപോലെ തന്നെ കാർഡ് മാത്രമാണ് ഇവിടെ വരുന്നത്. ഈ പേപ്പറിൽ തന്നെ അത്യാവശ്യം ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. 10% ക്യാഷ് ബാക്ക് ഓൺ സ്വിഗ്ഗി സ്പെൻഡ്, 5% ക്യാഷ് ബാക്ക് ഓൺ ഓൺലൈൻ സ്പെൻഡ്, 1% ക്യാഷ് ബാക്ക് അതർ സ്പെൻഡ്, ഫ്രീ മന്ത് സ്വിഗ്ഗി ഓൺ മെമ്പർഷിപ്പ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ഈ കാർഡിൽ തന്നെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാർഡിൻ്റെ ബാക്കിൽ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ്. ഇതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കാർഡിനെ കുറിച്ച് നോക്കാം. ഈ കാർഡ് പ്ലാസ്റ്റിക്കിലാണ് വരുന്നത്, അതായത് മാസ്റ്റർ കാർഡാണ് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്യാവശ്യം ക്ലേസിംഗ് ഒക്കെ ഉണ്ട്, കുഴപ്പമില്ലാത്ത ക്വാളിറ്റി കാർഡാണ് അവർ തരുന്നത്. ഈ ഓഫേഴ്സിനെ കുറിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ മെയിൻ ഓഫേഴ്സ് വരുന്നത് സ്വിഗ്ഗിയിൽ പർച്ചേസ് ചെയ്യുമ്പോഴാണ്. സ്വിഗ്ഗി വഴി ഫുഡ് ഡെലിവറി, അതുപോലെ തന്നെ ഡൈൻ ഔട്ട്, ഇൻസ്റ്റാമാർട്ട്, സ്വിഗ്ഗിയുടെ ഈ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് 10% ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ക്യാഷ് ബാക്ക് എന്ന് വെച്ചാൽ മറ്റ് ഓഫേഴ്സ് കൂടാതെയുള്ള ക്യാഷ് ബാക്കാണ്, മറ്റ് റെസ്റ്റോറൻറ്റ് ഓഫേഴ്സ് കൂടാതെയുള്ള ക്യാഷ് ബാക്കാണ് ഇത് ലഭിക്കുന്നത്. ഇത് കൂടാതെ ബാക്കി എല്ലാ ഓൺലൈൻ സ്പെൻഡിനും 5% ക്യാഷ് ബാക്ക് ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിപ്പോൾ എല്ലാ ഓൺലൈൻ സ്പെൻഡിനും ഇല്ല, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ കൊടുക്കാം. ഇതിലൊക്കെ ഓൺലൈൻ സ്പെൻഡ് അത്യാവശ്യം എല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോം തന്നെ ഇത് കവർ ചെയ്യുന്നുണ്ട്. ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ, ഇതിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ 5% ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് അല്ല, നമുക്ക് 5% ക്യാഷ് ബാക്ക് നമുക്ക് ഈ കാർഡ് വെച്ച് ലഭിക്കുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇതൊരു മാസ്റ്റർ കാർഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന കാർഡ് ആയതുകൊണ്ട് തന്നെ ഈ മാസ്റ്റർ കാർഡിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് ഈ കാർഡ് കിട്ടുന്നുണ്ട്. 12 മന്ത് ഗോൾഫ് ലെസൺ പെർ ഇയർ, അതായത് 12 മന്ത് ഗോൾഫ് ലെസൺ പെർ ഇയർ ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് ആരെങ്കിലും യൂസ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. അതുപോലെ തന്നെ 1 നൈറ്റ് ആൻഡ് സ്റ്റേ മാസ്റ്റർ കാർഡ് പാർട്ട്നേഴ്സായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിൽ 1 നൈറ്റ് ഡൈൻ ആൻഡ് സ്റ്റേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അഗോഡയിൽ ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ട് 12% ഇൻസ്റ്റൻറ്റ് ഡിസ്കൗണ്ടും ഈ കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആക്ടിവേഷൻ ബെനിഫിറ്റ്സിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കാർഡ് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്കിത് 3 മന്ത് സ്വിഗ്ഗി ഓൺ മെമ്പർഷിപ്പ് നമുക്കിതിൽ കിട്ടുമെന്നുള്ളതാണ്. സ്വിഗ്ഗി ഓൺ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ 199 റുപ്പീസിന് മുകളിലുള്ള ഫുഡ് പർച്ചേസുകൾക്ക് നമുക്ക് ഡെലിവറി ഫീ കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ സ്വിഗ്ഗി ഓൺ ബെനിഫിറ്റ്സിൻ്റെ പരമായിട്ട് എക്സ്ട്രാ ഡിസ്കൗണ്ട് ചില സെലക്റ്റഡ് റെസ്റ്റോറൻറ്റിൽ നമുക്ക് കിട്ടും. ഒന്നാമതായി സ്വിഗ്ഗി ഓൺ മെമ്പർഷിപ്പ് വരുന്ന സിനിപോളിസിൽ നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യും, അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴൊക്കെ 30% ഓഫ് കിട്ടുന്നുണ്ട്. ഈ ഓഫർ നമുക്ക് ഡെയിലി നമുക്ക് ഒരിക്കൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അടുത്തായി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആമസോൺ പ്രൈം വൗച്ചർ 150 റുപ്പീസ് വരുന്ന ആമസോൺ പ്രൈം വൗച്ചർ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഹോട്ട്സ്റ്റാർ സൂപ്പർ പ്ലാൻ സബ്സ്ക്രിപ്ഷനിൽ 150 റുപ്പീസ് ഓഫ് വരുന്നുണ്ട് 3 മന്ത് പ്ലാനിൽ. പിന്നെ യാത്രയുടെ ഒരു ഫ്രീ മീൽ സെക്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ കുറച്ച് ഓഫേഴ്സ് ഈ സ്വിഗ്ഗി ഓൺ മെമ്പർഷിപ്പിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ കാർഡ് വഴി കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി എല്ലാ സ്പെൻഡിനും ഈ കാർഡ് 1% ക്യാഷ് ബാക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്യാഷ് ബാക്കിന് ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്. അതായത് ഇപ്പം നോർമൽ കാർഡ്സ് വരുന്ന പോലെ റെൻറ്റ് പേയ്മെൻറ്റ്, യൂട്ടിലിറ്റീസ്, ഫ്യൂവൽ, ഇൻഷുറൻസ്, EMI, ജ്വല്ലറി, ഗവൺമെൻറ് സ്പെൻഡ്, വാലറ്റ് ലോട്ട്, അങ്ങനത്തെ സ്പെൻഡുകൾക്കൊന്നും ഈ ക്യാഷ് ബാക്ക് ബാധകമല്ല. അതുപോലെ തന്നെ 5% ക്യാഷ് ബാക്കിൽ ഈ ഫ്ലൈറ്റും ഹോട്ടൽ ബുക്ക് ചെയ്താലൊന്നും ഈ 5% ക്യാഷ് ബാക്ക് ബാധകമല്ല. ഈ ഓഫേഴ്സിന് എല്ലാത്തിനും ഒരു ക്യാപ്പിങ്ങും വരുന്നുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗിയുടെ 10% ക്യാഷ് ബാക്കിൻ്റെ ക്യാപ്പിംഗ് വരുന്നത് 1500 പെർ മന്ത്. അതുപോലെ തന്നെ ഓൺലൈൻ സ്പെൻഡിൻ്റെ ക്യാഷ് ബാക്കും 1500 പെർ മന്ത് ആണ്. അങ്ങനെ 1% ക്യാഷ് ബാക്കിൻ്റെ ലിമിറ്റ് വരുന്നത് 500 പെർ മന്ത് ആണ്. അങ്ങനെ നമുക്ക് ടോട്ടലായിട്ട് ഒരു മന്തിൽ 4500 മാക്സിമം ക്യാഷ് ബാക്ക് ഈ കാർഡ് വെച്ച് കിട്ടുന്നതാണ്. ഇനി കാർഡിൻ്റെ ജോയിനിങ് ഫീയും ആനുവൽ ഫീയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ കാർഡിൻ്റെ ജോയിനിങ് ഫീ വരുന്നത് 500 പ്ലസ് GST ആണ്. അതുപോലെ തന്നെ ആനുവൽ ഫീ വരുന്നതും 500 പ്ലസ് GST തന്നെയാണ്. പക്ഷേ സെലക്ടഡ് കസ്റ്റമേഴ്സിന് ഈ ജോയിനിങ് ഫീ വേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മറ്റു ചില കസ്റ്റമേഴ്സിന് ഈ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്. എനിക്ക് ആക്ച്വലി ഈ കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടാണ് കിട്ടിയത്. പിന്നെ ഈ ആനുവൽ ഫീയുടെ 500 പ്ലസ് GST വേവർ ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് ഈ കാർഡ് വെച്ച് കലണ്ടർ ഇയറിൽ 2 ലാഖിന് മുകളിൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വരുന്ന 500 പ്ലസ് GST എന്ന് പറഞ്ഞാൽ ആ ഒരു ആനുവൽ ഫീ നമുക്ക് കൊടുക്കേണ്ടതില്ല. ഇതിൻ്റെ സിമിലർ കാർഡ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ SBIയുടെ
ക്യാഷ് ബാക്ക് കാർഡ് ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്റീവ് കാർഡ് തന്നെയാണ്. ഇപ്പം അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ക്യാഷ് ബാക്ക് കാർഡ് എല്ലാ ഓൺലൈൻ സ്പെൻഡിനും 5% ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ബാക്കി സ്പെൻഡ് 1% ക്യാഷ് ബാക്കാണ് ലഭിക്കുന്നത്. അതിൻ്റെ പക്ഷേ ജോയിനിങ് ഫീ SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ 1000 ആണ്. ഇവിടെ വെറും 500 വരുന്നുള്ളൂ. ചിലവർക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടും കിട്ടുന്നുണ്ട്. SBI ക്യാഷ് ബാക്ക് കാർഡിൻ്റെ ഒരു മന്ത്ലി ലിമിറ്റ് എന്ന് പറയുന്നത് 5000. ടോട്ടൽ ക്യാഷ് ബാക്ക് 5000 പെർ മന്ത് ആണ്. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് സ്വിഗ്ഗി HDFC കാർഡ് തന്നെയാണ്. കാരണം ഇപ്പം എനിക്ക് ആക്ച്വലി ഇതായിരിക്കും ബെനിഫിറ്റ്സ് ആയിട്ട് വരിക. കാരണം എൻ്റെ ഒരു മന്ത്ലി സ്പെൻഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും 30,000-നകത്ത് തന്നെ ആയിരിക്കും ഓൺലൈൻ സ്പെൻഡ് വരിക. ഇതല്ല നിങ്ങൾക്കിപ്പോൾ 1 ലാഖിൻ്റെ അടുപ്പിച്ച് ഒരു സ്പെൻഡൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സ്വിഗ്ഗി HDFC കാർഡല്ല SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ വേറൊരു മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഈ ഡിസ്കൗണ്ട് സെയിൽസിൽ, അതായത് ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇപ്പോൾ ബിഗ് ബില്യൺ, ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ, അതുപോലെ തന്നെ ദിവാലി സെയിൽസ് ഒക്കെ വരുമ്പം ഈ SBI കാർഡ്സിൽ 10% ഡിസ്കൗണ്ട്സ് ഒക്കെ കൊടുക്കാറുണ്ട്. അത് ആ ഡിസ്കൗണ്ട് ഓഫ് സെയിൽസിൽ നമുക്ക് ഓഫേഴ്സ് ഈ SBI ക്യാഷ് ബാക്ക് കാർഡ് വെച്ച് കിട്ടുന്നില്ല. കേവലം 5% ക്യാഷ് ബാക്ക് മാത്രമേ ടോട്ടലി കിട്ടുള്ളൂ. അത് നമ്മൾ അറിഞ്ഞിരിക്കുക. ഇതാണ് ഈ കാർഡിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.